ബൈബിളിലേക്കും തോറയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ യഥാർത്ഥ സത്യം ഇവിടെ പറയുന്നുണ്ട്. നമ്മളെ ജീവൻ നിലനിർത്തുന്ന സൃഷ്ടാവിനെ, നമുക്ക് ചുറ്റും വലയം ചെയ്യുന്ന സൃഷ്ടാവിനെ, സൃഷ്ടാവിന്റെ കൈകളെന്ന അംശത്തിനെ പറ്റിയിട്ട്, അതിന്റെ മഹത്വത്തെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഈ അറിവൊക്കെ അവർക്ക് ഉണ്ടായിട്ടാണ് അവരെ ഇന്നും അതിനെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നതും. അപ്പൊ അവസാന നാളില് അള്ളാഹു അത് തീർപ്പ് കൽപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈസാ നബിയുടെ വരവോടുകൂടി എന്ത് നടക്കും? അവർ ഏത് കാര്യത്തിനാണോ ഭിന്നിച്ചിരുന്നത് അതിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കും. ഇപ്പൊ ഈസാ നബി വന്നു കഴിഞ്ഞാൽ തന്റെ സൃഷ്ടാവിന്റെ സത്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തും. അവർ ഭിന്നിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ അവർക്ക് തീർപ്പ് കൽപ്പിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതന്നെയാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. അവർക്ക് എല്ലാ അറിവും കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവസാന നാളിൽ ഇനി അവർക്കിടയിൽ രക്ഷിതാവ് വിധി കൽപ്പിക്കുക തന്നെ ചെയ്യുന്നു. അവർ ഏത് കാര്യത്തിനാണോ ഭിന്നിച്ചത് ആ കാര്യത്തിൽ. നബിയെ, നിന്നെ നാം മതകാര്യത്തിൽ ഒരു തെളിഞ്ഞ മാർഗത്തിലാക്കിയിരിക്കുന്നു. ആകയാൽ നീ അതിനെ പിന്തുടരുക. അറിവില്ലാത്തവരുടെ തനിഷ്ടങ്ങളെ നീ പിൻപറ്റരുത്. അപ്പോൾ ഈസാ നബിനെ പറ്റി പറഞ്ഞ ശേഷം പിന്നെ നബിനോടാ പറയുന്നത്, നിനക്ക് ഞാൻ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നീ തെളിഞ്ഞ മാർഗത്തിലാണ്, യഥാർത്ഥ സത്യത്തിലാണ് ഇപ്പൊ നിലകൊള്ളുന്നത്. അതുകൊണ്ട് നീ അത് പിന്തുടരുക. അറിവില്ലാത്തവരുടെ തനിഷ്ടങ്ങളെ നീ പിൻപറ്റി പോവരുത് എന്ന്. ഇനി അതിൽ 20 പറയുന്നത്, ഇത് മനുഷ്യരുടെ കണ്ണ് തുറപ്പിക്കുന്ന തെളിവുകളും ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവുമാകുന്നു. ഇപ്പൊ വിശുദ്ധ ഖുർആനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇത് മനുഷ്യർക്ക് കണ്ണ് തുറപ്പിക്കുന്ന തെളിവുകൾ എന്ന്. യാഥാർത്ഥ്യമാണ്. അതിൽ 22 പറയുന്നത്, ആകാശങ്ങളെയും ഭൂമിയെയും അള്ളാഹു ശരിയായ ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചിരിക്കുന്നു. ഓരോ ആൾക്കും താൻ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടിയുമാണത്. അവരോട് അനീതി കാണിക്കപ്പെടുന്നതല്ല. അള്ളാഹു ശരിയായ ലക്ഷ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയത്. ഓരോ ആൾക്കും അവർ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടിയിട്ട്. ഒരു മനുഷ്യന് ഇപ്പൊ ഒരു 30 വയസ്സ് വരെ ജീവിച്ചു, അല്ലെങ്കിൽ ഒരു 60 വയസ്സ് വരെ ജീവിച്ചു. അപ്പൊ അവര് ബുദ്ധി വെച്ച കാലം മുതൽ അവരുടെ മരണം വരെ അവർ ചെയ്ത നന്മകളും തിന്മകളും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ അതിനർഹിച്ചത് എന്താണോ അത് അള്ളാഹു നൽകുക തന്നെ ചെയ്യും. അത് നീതിയാണ്. അത് തീർച്ചയായിട്ടും അള്ളാഹു അതിലൊരു അനീതിയും കാണിക്കില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ എന്താണോ ചെയ്തത് അതിനുള്ളത് നമുക്ക് കിട്ടും. ചെറുതാണെങ്കിലും പോലും അതിനുള്ളത് അള്ളാഹു നീതി കൽപ്പിക്കും. അങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ സൃഷ്ടാവ് എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? സൃഷ്ടാവ് സൃഷ്ടിച്ച ഓരോ ജന്തു ജീവജാലങ്ങൾക്കും നീതി നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ സൃഷ്ടാവ് അത് നേടിത്തരുന്നു പറയുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ സത്യം ആയതുകൊണ്ടല്ലേ. എന്നാൽ തന്റെ ദൈവത്തെ തന്റെ തന്നിഷ്ടമാക്കിയവനെ നീ കണ്ടുവോ? അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു അവനെ പിഴവിലാക്കുകയും അവന്റെ കാതിനും ഹൃദയത്തിനും മുദ്ര വെക്കുകയും അവന്റെ കണ്ണിന് മേൽ ഒരു മൂടിയിടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന് പുറമെ ആരാണ് അവനെ നേർവഴിയിലാക്കാനുള്ളത് എന്നിരിക്കെ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ? കർത്താവിന്റെ ദൃഷ്ടാന്തങ്ങളെ എതിർക്കുന്ന ആളുകൾക്ക് തന്നെ അള്ളാഹു എന്ത് ചെയ്യും? മുദ്ര വെക്കുമെന്ന് പറയുന്നുണ്ട്, അവരുടെ ഹൃദയത്തിനും കണ്ണിനും കാതിനും ഒക്കെ. അപ്പൊ സൃഷ്ടാവിനെ പറ്റി അത്രയും മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആളുകളാണെങ്കിലോ? ജീവിതം എന്നാൽ നമ്മുടെ ഐഹിക ജീവിതം മാത്രമാകുന്നു. നാം മരിക്കുന്നു, നാം ജീവിക്കുന്നു, നമ്മെ നശിപ്പിക്കുന്നത് കാലം മാത്രമാകും. വാസ്തവത്തിൽ അവർക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. അവർ ഊഹിക്കുക മാത്രമാകും.